നമസ്കാരം. മാസഫലത്തിൽ മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ ലഭിക്കുവാൻ വേണ്ടിയാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ നിങ്ങളുടെ ജാതകം നോക്കി കൃത്യമായ രീതിയിൽ അറിയുവാൻ വേണ്ടി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അയക്കൂ. വാട്സാപ്പിലൂടെ വോയിസ് മെസ്സേജ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് മറുപടിയും ലഭിക്കുന്നത്. ജാതകഫലം ഫോണിലൂടെ അറിയുവാൻ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ. നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടക്കാറുള്ള സർവകാര്യസിദ്ധി പൂജ, ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ, ഈ പൂജ ചെയ്യുന്നത് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി എന്നാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും ഒരു ദിവസത്തെ പൂജ അവർക്ക് വേണ്ടി നടത്തുകയുമാണ് ചെയ്യുന്നത്. ഇത്രയും ആൾക്കാർ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നതിൻ്റെ വേണ്ടി അല്ല, അവർ കാണുമ്പോൾ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എഴുതിയിടണം. അപ്പോൾ നേരിട്ട് പോയി എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. അതിനുവേണ്ടി ഗുരുക്കന്മാരുടെ ഉപദേശപ്രകാരമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഒരു ദിവസം പൂജ നടക്കുന്നത്. ആ പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ പേരും നക്ഷത്രവും, എന്താണ് ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, വിവാഹം നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, പലതരം ദോഷങ്ങൾ, ഇങ്ങനെ എല്ലാവർക്കും ഓരോ ദോഷങ്ങളുണ്ട്. വസ്തു കച്ചവടം നടക്കുന്നില്ല, അല്ലെങ്കിൽ ബിസിനസ് നടക്കുന്നില്ല, ഇങ്ങനെ. അപ്പോൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഞാൻ കൃത്യമായി ഇതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അതിനുള്ള നമ്മുടെ പൂജയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. ജീവിതത്തിൽ 100% ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പൂജയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരു 10% അതിനൊരു ആശ്വാസം ലഭിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ചെറിയൊരു മാറ്റമെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനയും പൂജയും നടത്തി പോകുന്നത്. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയിക്കുക. മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാവിനോ അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവിനോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കോ, അതായത് അമ്മാവൻ, അമ്മായി, ഇങ്ങനത്തെ ഉള്ള വ്യക്തികളുടെ ആരോഗ്യ പ്രശ്നത്തിന് വേണ്ടി നിങ്ങൾ ധനം ചെലവാക്കുകയും സമയം കണ്ടെത്തുകയും ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഈ ഒരു മാസത്തിൽ കാണുന്നത്. അതായത് നിങ്ങളുടെ അമ്മ, അച്ഛൻ, അമ്മാവൻ, അമ്മായി, നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾക്ക് ധനം ചിലവാക്കേണ്ടി വരും. അവരോടൊപ്പം ഹോസ്പിറ്റൽ വാസമെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ദോഷമായിട്ടുള്ള അനുഭവമാണ് ജീവിതത്തിൽ വരാനിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനത്തെ ഒരു ധനച്ചിലവ്, സമയനഷ്ടം, നമുക്ക് ഓഫീസിൽ പോകാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ, നമുക്ക് വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം തടസ്സപ്പെടുന്നു, ഇങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക. കഴിയുമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ മൃത്യുഞ്ജയ അർച്ചന നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കും വേണ്ടി അർപ്പിക്കുക. ജലധാര നടത്തുക. ഭഗവാനെ പ്രാർത്ഥിക്കുക. ഭഗവാന്റെ സഹസ്രനാമങ്ങളോ അഷ്ടോത്തരമോ ജപിക്കുന്നത് ഉത്തമം തന്നെയായിരിക്കും. ശിവക്ഷേത്ര ദർശനം നിത്യവും നടത്തുക. നിത്യവും ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. സഹോദരനിൽ നിന്നുള്ള സഹായം ലഭിക്കുന്ന ഒരു വർഷം തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാളും ഇരട്ടിയായി നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ കൂടെ നിൽക്കുകയും നിങ്ങൾക്ക് ധനപരമായ സഹായം നേടിത്തരികയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ സഹായങ്ങളും ആ വ്യക്തിയെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് നേടിത്തരികയും എല്ലാം ചെയ്യും. അങ്ങനെ സഹോദരനിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്ന ഒരു മാസം തന്നെയായിരിക്കും. പുതിയൊരു വീട് വയ്ക്കുവാനും അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുവാനും നല്ല രീതിയിൽ യോഗം കാണുന്നുണ്ട്. അപ്പോൾ വസ്തു വാങ്ങുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ
ഈ ഒരു മാസം വളരെ നല്ല കാലമാണ്. അതിനുവേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉറപ്പായും ഉണ്ടാകും. വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ മുന്നോട്ട് തന്നെ പോകുക. ഈ ഒരു മാസത്തിൽ അതിനൊരു തുടക്കം കുറിക്കുവാൻ വരെ സാധിക്കുന്ന സമയം തന്നെയാണ്. നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. ഗൃഹസംബന്ധമായിട്ട് പല കാര്യങ്ങൾക്കും നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കും. വാഹനം മേടിക്കുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, നിങ്ങളിപ്പോൾ ഇതിനു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ, നിങ്ങൾ ആഗ്രഹിച്ച എമൗണ്ടിൽ, നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ഒരു വാഹനമോ അല്ലെങ്കിൽ ഒരു വസ്തുവോ ഒരു വീടോ വാങ്ങുവാൻ സാധിക്കും. കൂടാതെ വീട് മോടി പിടിപ്പിക്കുന്നതിനും വീട്ടിലെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിനും വേണ്ടി ധനം ചിലവാക്കുവാൻ സാധിക്കും. വീടും അതിലെ അത്യാവശ്യ സാധനങ്ങൾക്കും വേണ്ടിയെല്ലാം ധനം ചിലവാക്കാൻ പറ്റുന്ന ഒരു മാസം തന്നെയാണ്. അപ്പോൾ ചിലവ് ഒരല്പം കൂടുതലായിരിക്കും. അതിനുള്ള വരുമാനം ഏതെങ്കിലും മാർഗത്തിലൂടെ നമ്മുടെ കയ്യിൽ എത്തിച്ചേരും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ലോൺ ശരിയായി വരുന്നു, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് കിട്ടില്ല എന്ന് കരുതി നമ്മൾ വെറുതെ കളഞ്ഞ ധനം നമുക്ക് തിരികെ കിട്ടുന്നു. ചിലപ്പോൾ ജോലിയിൽ പെൻഡിങ് ഉണ്ടായിരുന്ന സാമ്പത്തികം നമ്മളിനി കിട്ടില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ധനം നമുക്ക് തിരികെ കിട്ടുന്നു. പലരും നമ്മളിന്ന് കടം വാങ്ങിച്ചിട്ട് നമുക്ക് തരില്ല എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് പോയ ആൾക്കാർ തിരികെ കൊണ്ട് തരുന്നു. ഇങ്ങനെ പല മാർഗത്തിലൂടെ നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് ധനം ലഭിക്കുകയും ആ ധനം കുടുംബത്തിന് വേണ്ടി, വീടിനോ അല്ലെങ്കിൽ വസ്തു വാങ്ങാനോ വാഹനം വാങ്ങുന്നതിനോ ഇതെല്ലാം മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാം ചിലവാക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അപ്പോൾ വീട് വസ്തുവൊക്കെ വാങ്ങുന്നവർ കൃത്യമായ രീതിയിൽ ആലോചിച്ച് നല്ലൊരു സ്ഥലമെല്ലാം കണ്ടുപിടിച്ച് വാങ്ങുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കുടുംബജീവിതം അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളൊന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. വിവാഹം നടക്കുന്നില്ല എന്ന് കരുതി ഇങ്ങനെ വിഷമിച്ചിരുന്ന വ്യക്തികളാണ് ഈ നക്ഷത്രക്കാർ എന്നുണ്ടെങ്കിൽ ഈ ഒരു മാസം ഇതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹിച്ചതുപോലെ ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരികയും ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകുവാനും സാധിക്കും. പിരിഞ്ഞിരുന്ന ദമ്പതിമാർക്ക് ഒന്നു ചേരുവാൻ സാധിക്കുന്ന മാസം തന്നെയാണിത്. നിങ്ങൾ പരസ്പരം അകന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സ് വെച്ചാൽ വീണ്ടും ഒരുമിക്കുകയും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനും സാധിക്കും. കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി പിണങ്ങി ഇരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കും അവരുടെ പിണക്കമെല്ലാം മാറ്റി സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു മാസവും കൂടിയാണ്. ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും കൈവരിച്ച് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി മഹാദേവനെ പ്രാർത്ഥിക്കുക. ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഭഗവാന്റെ നാമമെല്ലാം ജപിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും.